CK അഭിലാൽ തുടരുന്നുണ്ട്. അഭിലാൽ, പൊതുജനങ്ങളെ അങ്ങോട്ടേക്ക് കയറ്റിവിട്ട് തുടങ്ങിയല്ലേ? മോത്തി ദർബാർ ഹാളിലെ 3 പ്രധാന കവാടങ്ങളാണുള്ളത്. അതിൽ മധ്യഭാഗത്തെ കവാടം പ്രധാനപ്പെട്ട വ്യക്തികൾക്കും രാഷ്ട്രീയ നേതാക്കൾക്കും മന്ത്രിമാർക്കും വിവിധ വകുപ്പ് മേധാവികൾക്കുമായി പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം 2 വശങ്ങളിലെ കവാടങ്ങൾ വഴിയാണ് പൊതുജനങ്ങളെ ഉള്ളിലേക്ക് കടത്തിവിടുക. ഇതിൽ തന്നെ കിഴക്കേ കവാടത്തിലൂടെ ആളുകൾ ഉള്ളിലേക്ക് പ്രവേശിച്ച് തുടരുകയാണ്. അതിന്റെ നിര ഇവിടെ നിന്ന് നോക്കിയാൽ സെക്രട്ടേറിയറ്റിന് പുറത്തെ ഭാഗം മാത്രമേ കാണാൻ കഴിയത്തുള്ളൂ. പക്ഷേ അതിന്റെ ഏറ്റവും അവസാന ഭാഗം എന്നുള്ളത് ഏറെ പിന്നിലാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. സാധാരണക്കാരായിട്ടുള്ള നിരവധി ആളുകൾ വന്നു ചേരുന്നുണ്ട്. VSനെ നേരിട്ട് അറിയാവുന്നവരും ടെലിവിഷനിലൂടെയും വാർത്തയിലൂടെയും മാത്രം അറിയാവുന്നവരും കേട്ട് മാത്രം പരിചയമുള്ളവരും കണ്ടു മാത്രം പരിചയമുള്ളവരുമായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾ കൂടി അദ്ദേഹത്തെ അവസാനമായി ഒന്ന് കണ്ട് അന്തിമോപചാരം അർപ്പിച്ച് ആ ഓർമ്മകൾ മനസ്സിൽ അവശേഷിപ്പിക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി കടന്നു വന്നിട്ടുള്ള ആളുകളാണ്. നിരവധി പേരുണ്ട്. നമുക്ക് VSനെ എങ്ങനെ ഓർക്കുന്നു? VS നമുക്കുള്ള ഒരു മാതൃകയായ ഒരു പോരാളിയായിരുന്നു, ഒരു സമരഭടനും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് തന്നെ വിലപ്പെട്ട സംഭാവന നൽകിയ നേതാവുമായിരുന്നു. കണ്ണൂരിൽ നിന്നാണ് വരുന്നത്. കണ്ണൂരിൽ നിന്നുള്ള പാർട്ടി പ്രവർത്തകനാണെന്ന് തന്നെയാണ് കരുതുന്നത്. VSന്റെ ഓർമ്മകളെ അദ്ദേഹം ഹ്രസ്വമായ വാക്കുകളിൽ കൂടി അവതരിപ്പിച്ചിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ VS എന്നുള്ള ആൾ എത്രത്തോളം വിലപ്പെട്ട ആളാണ്, സമര നേതാവാണ്, ഭരണാധികാരിയായിരുന്നു എന്ന് തെളിയിക്കുന്നത് തന്നെയാണ് ആ വാക്കുകൾ. അങ്ങനെ ഉള്ള പ്രതികരണങ്ങൾ നടത്താൻ കഴിവുള്ള കെൽപ്പുള്ള അല്ലെങ്കിൽ അങ്ങനെ മനസ്സിൽ നിരവധി ഓർമ്മകൾ അവശേഷിക്കുന്ന ആളുകൾ തന്നെയാണ് VSനെ കാണാൻ വേണ്ടി എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ ഓർക്കുന്നു VSനെ? VS എൻ്റെ ജീവനാണ്. ഞാൻ VSനെ കുറിച്ചൊരു പുസ്തകമൊക്കെ എഴുതിയിട്ടുണ്ട്. ഞങ്ങൾ തമ്മിൽ സംസാരിക്കും, പരിചയമൊക്കെ മുൻപേ തന്നെ കാണാറുമുണ്ട്. അപ്പോൾ ഇതിന് ശേഷമാണ് കാണാൻ പറ്റായിരുന്നു എൻ്റെ മനസ്സിലുണ്ട്. VS എൻ്റെ ജീവനാണ് എന്നതാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ വാക്കുകളിൽ പ്രകടമാകുന്നത്. അത്രത്തോളം ഹൃദയബന്ധം സൂക്ഷിക്കുന്ന ആളുകൾ ഈ തരുണത്തിൽ VSനെ തേടിയെത്തുകയാണ്. അദ്ദേഹത്തെ കണ്ട് ഇനിയൊരവസരമില്ല VSനെ ഒന്ന് കാണാൻ. അതുകൊണ്ട് തന്നെ ആ അവസരം പ്രയോജനപ്പെടുത്താൻ വേണ്ടി എത്തിയിരിക്കുന്ന ആളുകളുണ്ട്. പൊതുജനങ്ങളെയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത്. സെക്രട്ടേറിയറ്റിൻ്റെ മുൻവശത്തെ കിഴക്ക് ഭാഗത്തുള്ള കവാടം വഴിയാണ് ആളുകൾ കടന്നു വരുന്നത്. ദർബാർ ഹാളിൽ പൊതുദർശനം നടക്കുകയാണ്. വിവിധ നേതാക്കൾ പുഷ്പചക്രം സമർപ്പിച്ചു. തുടർന്ന് പൊതുജനങ്ങൾക്ക് 3 കവാടത്തിലൂടെയാണ് പൊതുജനങ്ങൾക്ക് അന്തിമോപചാരം അർപ്പിക്കാനുള്ള അവസരം ഒരുക്കുന്നത്. അതുവഴി നിയന്ത്രിച്ച് പൊതുജനങ്ങളെ ഉള്ളിലേക്ക് കടത്തിവിടുകയാണ് ചെയ്യുന്നത്.